അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ചർച്ചയിൽ വരുന്നത് ഇന്നലെ മർഹൂം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഓർമ്മ ദിനമായിരുന്നു. നീണ്ട 52 വർഷങ്ങൾക്കിപ്പുറവും പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്ന ഒരു നിറഞ്ഞ വ്യക്തിത്വമായി മർഹൂം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മാറുകയാണ്. കരുത്തുറ്റ നേതൃത്വം, വിദ്യാഭ്യാസ പ്രവർത്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, മതനിഷ്ഠയുള്ള നേതാവ്, മതേതരത്വത്തിൻ്റെ കാവലാൾ എന്നൊക്കെ ബഹുമാന്യനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ചരിത്രങ്ങളിലൂടെ കേൾക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ട തങ്ങൾ മതം, രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ നാനാ മേഖലകളിൽ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനാനന്തരം കേരള മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായി ബാഫക്കി തങ്ങൾ ചരിത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നു. തീർത്തും അപ്രതീക്ഷിതമായാണ് ബാഫക്കി തങ്ങൾ നേതൃത്വത്തിലെത്തിയത്. സമുദായത്തിന് അകത്തും പുറത്തും അസ്പശൂന്യതയോടുകൂടെ കണ്ടിരുന്ന മുസ്ലിം ലീഗിനെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പാർട്ടിയുടെ മലബാറിൻ്റെ ഓണങ്കാല മൂലകളിൽ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് യാതൊന്നും ബോധമില്ലാത്ത കന്നുപൂട്ടി നടന്നിരുന്ന ന്യൂനപക്ഷ സമുദായത്തെ രാജ്യ പുരോഗതിയുടെ അവിഭാജ്യ ഘടകമാക്കിയത് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. എണ്ണത്തിൽ കൂടുതൽ അണികളോ ജൈവിളികളോ അനവസരത്തിലെ പ്രഖ്യാപനങ്ങളോ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൻ്റെ അടയാളങ്ങളായിരുന്നില്ല എന്നതാണ് സത്യം. ശാന്തമായി തൻ്റെ അണികളെ നേർവഴിയിലേക്ക് നയിക്കുകയും അവരിലൂടെ രാജ്യത്തിനും അവർക്ക് തന്നെയും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. കലുഷിതമായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴും കേരളം ആ നേതാവിനെ പരിഹാരം തേടി എത്തിയിട്ടുണ്ട്. കേരള പിറവിയാനന്തരം അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി വിമോചന സമരം കേരളമൊട്ടാകെ കത്തിപ്പടരുമ്പോൾ മലബാർ ആദ്യഘട്ടത്തിൽ ശാന്തമായിരുന്നു. എന്നാൽ മലബാർ ആദ്യഘട്ടത്തിൽ ശാന്തമായിരുന്നു എന്ന് പറഞ്ഞാൽ തുടർന്ന് ബാഫക്കി തങ്ങളുടെ പ്രഖ്യാപനത്തോടെയാണ് സമരം മലബാറിൽ ആളിപ്പടരുന്നത്. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫക്കി തങ്ങൾ സിന്ദാബാദ് എന്ന് വിളിച്ച് എന്ന മുദ്രാവാക്യം വിളിച്ച് കേരളം ഒന്നിച്ച് തെരുവിലിറങ്ങിയപ്പോഴാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിരിച്ചു വിടേണ്ടത് വന്നത്. സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർന്ന് കേരളം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് എന്ന മാധ്യമങ്ങൾ വിധി എഴുതിയപ്പോൾ സി അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതിൻ്റെ സൂത്രധാരനും പ്രിയപ്പെട്ട തങ്ങളായിരുന്നു. തനിക്കുശേഷം പ്രളയം എന്ന് വരുത്തിവെച്ച് കടന്നുപോകുന്ന സമകാലിക നേതാക്കന്മാർക്ക് വ്യത്യസ്തമായി ഡസൻ കണക്കിന് പൊതുനേതാക്കളെ വളർത്തിയെടുത്ത ശേഷമാണ് പ്രിയപ്പെട്ട തങ്ങൾ വിടവാങ്ങിയത് എന്ന് ചരിത്രത്തിൽ പറയുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തനിക്കു ലഭിക്കാത്ത വിദ്യാഭ്യാസം സമുദായത്തിലെ മറ്റൊരാൾക്കും നഷ്ടപ്പെടരുത് എന്ന ദൃഢനിശ്ചയത്തിൽ സമുദായത്തിൻ്റെ വൈജ്ഞാനിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു ബാഫക്കി തങ്ങൾ. ഉന്നതമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഏതൊരു സമൂഹവും കാലങ്ങളെ അതിജീവിച്ച് നിൽക്കുകയുള്ളൂ എന്ന് ബാഫക്കി തങ്ങൾക്ക് ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ മറ്റേതിനേക്കാളും സമുദായത്തിന് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് അദ്ദേഹം പ്രാധാന്യം നൽകി എന്ന് ചരിത്രത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളെപ്പോലെ സംഭാവന നൽകിയ മറ്റൊരു നേതാവിനെ കേരളത്തിന് കാണാൻ കഴിയില്ല എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മാറിയ സാഹചര്യത്തിൽ പ്രാഥമിക മതവിദ്യാഭ്യാസ രംഗത്ത്
വ്യവസ്ഥാപിത സംവിധാനങ്ങൾ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരു സ്ഥാപനം ഉയർന്നു വരണമെന്നും ബാഫഖി തങ്ങളുടെ സ്വപ്നമായിരുന്നു. ഈ വിഷയത്തിൽ സമസ്ത ഔദ്യോഗിക രൂപം കാണുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ കരിക്കുലവും സിലബസും പാഠപുസ്തകങ്ങളും തയ്യാറാക്കി അതിന് ഏകീകൃത രൂപവും ശാസ്ത്രീയ ഭാവവും നൽകണമെന്ന് ബാഫഖി തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്രത്തിലൂടെ കാണുന്നത്. ഈ ചർച്ചകളാണ് പിന്നീട് 1951 സമസ്ത മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിനും മദ്രസ സംവിധാനം തുടങ്ങുന്നതിനും കാരണമായത്. ബാഫഖി തങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെയും നേതൃത്വം വഹിച്ചിരുന്നത്. തങ്ങളുടെ പരിചരണമേറ്റ് വികാസം പ്രാപിച്ച ഉന്നത മതകലാലയമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സമുദായത്തെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഫൈസി പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ കോളേജിൻ്റെ സ്ഥാപക പ്രസിഡന്റും ബാഫഖി തങ്ങളായിരുന്നു. സമുദായത്തിലെ അനാഥകളും അശരണരുമായ വിദ്യാർത്ഥികൾക്ക് ജീവിത പഠന സൗകര്യങ്ങൾ ഒരുക്കി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യത്തീംഖാനകൾ ഉയർന്നു വന്നപ്പോഴും അതിൻ്റെ മുൻപിലും തങ്ങൾ ഉണ്ടായിരുന്നു. തിരൂരങ്ങാടി യത്തീംഖാനയുടെയും വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെയും വളർച്ചയിൽ ബാഫഖി തങ്ങളുടെ പങ്ക് ചെറുതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അമരസ്മരണങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ കാലശേഷം മഹാനായ സൂഫി വര്യൻ ചാപ്പരങ്ങാട് ബാപ്പു മുസ്ലിയാർ വളവണ്ണൂറിൽ ബാഫഖി യത്തീംഖാന സ്ഥാപിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ബാഫഖി തങ്ങൾക്ക് വലിയ ദീർഘദർശിയും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്വന്തം ചെലവിൽ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് CH മുഹമ്മദ് കോയ സാഹിബ് അടക്കം ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾക്ക് തങ്ങൾ വിദ്യാഭ്യാസം നൽകിയിരുന്നു എന്നതാണ് സത്യം. മലബാറിൻ്റെ അങ്ങിങ്ങായി തല ഉയർത്തി നിൽക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുന്നതിൽ ബാഫഖി തങ്ങൾ കഠിന പ്രയത്നം സഹിച്ചിട്ടുണ്ട്. തങ്ങൾ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വാഹനം വിറ്റ് ഫറൂഖ് കോളേജ് നിർമ്മിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലപ്പുറം ജില്ല എന്നീ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് EMSൻ്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി സർക്കാരിൽ പിന്തുണ കൊടുക്കുന്നത്. അതിൻ്റെ ചാലകശക്തിയും പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു എന്നതാണ് നമ്മൾ അറിയുന്ന ചരിത്രങ്ങൾ. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ തങ്ങൾ അറിയപ്പെട്ടിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഉന്നതമായ ആധുനിക വിദ്യാഭ്യാസവും രാഷ്ട്രീയ ബോധവും നൽകി സമുദായത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നിറം നൽകിയ നേതാവായി ബാഫഖി തങ്ങൾ മാറി. സമുദായത്തിലെ ഭൂരിപക്ഷം സുന്നി ആശയക്കാരോട് ചേർന്ന് നിൽക്കുകയും സുന്നി ആചാരങ്ങളെ നിർബന്ധപൂർവം കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന തങ്ങൾ ഇസ്ലാമിൻ്റെ മൗലിക തത്വത്തിന് വിരുദ്ധമല്ലാത്ത പരിഷ്കരണങ്ങൾക്കും ശൈലിമാറ്റത്തിനും തയ്യാറായിരുന്നു. താൻ നേതൃത്വം നൽകുന്ന പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് അതിൽ അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ പഠിപ്പിക്കുന്നതിന് തങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. അതിനു പറ്റിയ അധ്യാപകരെ കണ്ടുപിടിക്കാൻ ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബിനോട് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. പള്ളിക്കൂട വ്യവസ്ഥയിൽ നിന്ന് മദ്രസ സംവിധാനങ്ങളിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തെ വഴി നടത്തുകയും സ്കൂളിൽ പോകുന്നവരെ ജഹന്നമിലെ കൊള്ളിയായി കണ്ടിരുന്ന കാലത്ത് അവർക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചെയ്ത തങ്ങൾ സമുദായത്തിനകത്ത് ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായ തന്നെയാണ് എന്നതാണ് പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മതനിഷ്ഠയുടെ കാര്യത്തിൽ രാഷ്ട്രീയത്തിലും അണികൾക്കിടയിലും വലിയ പേരും പെരുമയും ഉള്ള നേതാവായി കഴിയുമ്പോഴും കടുത്ത മതഭക്തനായിരുന്നു ബാഫഖി തങ്ങൾ എന്ന് നമുക്കറിയാം. ഇസ്ലാം മത സംരക്ഷണത്തിനും സമുദായ താൽപ്പര്യങ്ങൾക്കും അപ്പുറം ഒരു രാഷ്ട്രീയ ചതുരംഗവും അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല. പല യാത്രാവേളകളിലും അദ്ദേഹം റോഡിൻ്റെ വക്കിൽ വരെ മുണ്ട് വിരിച്ച് നമസ്കരിച്ചതിന് ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട് എന്ന് TM സവാൻകുട്ടി ബാഫഖി തങ്ങൾ സ്മാരക ഗ്രന്ഥത്തിൽ എഴുതിയതായി ചരിത്രം പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരൊറ്റ വക്ത നമസ്കാരവും ഖളാ ആക്കിയിട്ടില്ല
എന്ന് ബാഫക്കി തങ്ങളുടെ സംസാരവും അദ്ദേഹത്തിൻ്റെ അനുസ്മരണക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നു. ഏത് കലുഷിത സാഹചര്യത്തിലും കൃത്യസമയത്ത് നമസ്കാരം നിർവഹിക്കുക, പരമാവധി ജമാഅത്തായി തന്നെ അത് നിർവഹിക്കുക എന്നുള്ളത്, കൂടെയുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതും ബാഫക്കി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. സ്വന്തം സൃഷ്ടാവിനോട് കൂറ് പുലർത്തുന്നവന് സമുദായത്തോടോ രാഷ്ട്രത്തോടോ കൂറ് പുലർത്താൻ സാധിക്കില്ല എന്ന തങ്ങൾ മുസ്ലിം ലീഗുകാരോട് ഉണർത്താറുണ്ടായിരുന്നു. സ്വന്തം സൃഷ്ടാവിനോട് കൂറ് പുലർത്താത്തവനെ സൃഷ്ടാവിനോടോ കൂറ് പുലർത്താൻ സാധിക്കില്ല എന്ന് തങ്ങൾ മുസ്ലിം ലീഗുകാരോട് എന്നും പറയുന്നതായി ചരിത്രത്തിൽ കാണുന്നു. തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യവും വേഷവും രാഷ്ട്രീയവും എല്ലാം മതഭക്തിയിലായിരുന്നു. മതേതരത്വത്തിൻ്റെ കാവലാൾ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച്. ഇസ്ലാമിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കറകളഞ്ഞ മതേതര ബോധം തൻ്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്ത നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. ഒരു മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല എന്ന് തങ്ങൾ സമുദായത്തിനകത്തും പുറത്തും ഉറക്കെ പറഞ്ഞിരുന്നു. 1952 ഒക്ടോബറിൽ നടന്ന ദാരുണമായ പയ്യോളി കലാപ നാളുകളിലാണ് ബാഫക്കി തങ്ങളിലെ സമാധാന ദൂതനെ കേരളം കാണുന്നത്. പല ദേശീയ നേതാക്കളും അപഹാസ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും മറ്റു ചിലർ നിഷ്ക്രിയരാകുകയും ചെയ്തപ്പോൾ തങ്ങൾ തൻ്റെ ജീവൻ പണയം വെച്ച് കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ഓരോ മുക്കിലും മൂലകളിലും ഇരു സമുദായങ്ങൾക്കിടയിൽ സമാധാന ദൂതുമായി സഞ്ചരിച്ചു. ഇരുവിഭാഗവും അദ്ദേഹത്തെ അംഗീകരിക്കുകയും പയ്യോളി അതിലൂടെ സമാധാനം കൈവരിക്കുകയും ചെയ്തു. തങ്ങളുടെ സമുദായ അംഗമായ ദേശീയ നേതാവ് കേളപ്പനെ പോലും ജനസംഘക്കാർ കൂകി വിളിച്ച സാഹചര്യത്തിലായിരുന്നു ഇത് എന്നുള്ളത് നമ്മൾ മറക്കാൻ കഴിയില്ല. നമസ്കരിക്കുന്നതിനെ അംഗശുദ്ധി വരുത്തുന്നതിന് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തത് പോലും ഒരു ജനസംഘം പ്രവർത്തകനായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജീവിതാന്ത്യം വരെ രാജ്യതാൽപര്യത്തിനു വേണ്ടി മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിച്ച തൻ്റെ സമുദായത്തെയും പാർട്ടിയെയും അതേ വഴിയിൽ മുന്നോട്ട് നയിക്കാനും പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ട തങ്ങൾ പല ചരിത്രങ്ങളിലൂടെ നമുക്ക് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പല നേതാക്കളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബുമായി അദ്ദേഹം പാർലമെൻറ്റിനകത്തേക്ക് ചെന്നപ്പോൾ പാർലമെൻറ്റ് അകത്തേക്ക് കടത്തുന്ന പാസ് വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു മുഗൾ രാജാവ് കടന്നു വരുന്നത് പോലെ ആഢ്യത്വത്തോടുകൂടി പ്രൗഢിയോടുകൂടെ ഒരാൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഏതോ ഒരു മുഗൾ രാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണെന്ന് കരുതി പ്രിയപ്പെട്ട തങ്ങളെ പാർലമെൻറ്റിനകത്തേക്ക് കയറ്റിവിട്ടതൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയും. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് എന്നും ഓർക്കപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട തങ്ങൾ. സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് മദ്രസകൾ ഇന്ന് അതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ളത് പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് എന്നുള്ളത് നമുക്ക് എത്ര പേർക്കറിയാം. ഒരുപാട് ചരിത്രങ്ങൾ തങ്കലിപികളാൽ എഴുതി കുറിച്ച നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. തൻ്റെ ജീവിതവും അതുപോലെ തന്നെ തൻ്റെ സമ്പാദ്യവും ഈ പ്രസ്ഥാനത്തിന്, മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് തൻ്റെ ജീവിതം സാമൂഹ്യ രാഷ്ട്രീയ സേവനത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ഒരുപാട് കാലം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. അവസാന കാലത്തും അദ്ദേഹം ഹജ്ജ് കർമ്മത്തിന് യാത്ര തിരിച്ച് അവിടെ പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ വഫാത്താവുകയായിരുന്നു. മക്കത്തുൽ മുക്കറമയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ നീണ്ട 52 വർഷക്കാലവും അത് കഴിഞ്ഞും ഓരോ മുസ്ലിം ലീഗുകാരനും പ്രിയപ്പെട്ട
ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ മൺമറഞ്ഞു പോയ നേതാക്കൾ നൽകിയ സംഭാവനകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു നേതാവിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ട ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളോടൊപ്പം അള്ളാഹു നമ്മെയും ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ സമുദായത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും വിശിഷ്യ കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ അതാത് സമയങ്ങളിൽ കൃത്യമായി ഇടപെട്ട് എല്ലാ വിഷയങ്ങളിലും മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദങ്ങളായി, ഘോര ശബ്ദങ്ങളായി, ഉരുക്കു മനുഷ്യരായി പാർലമെൻറ്റിനകത്തും പുറത്തും നിയമസഭകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നീണ്ട 7.5 പതിറ്റാണ്ട് കഴിഞ്ഞ് ഇന്നും വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇന്നും രാഷ്ട്രീയമായി ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഊതിക്കാച്ചിയ പൊന്ന് പോലെ 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിറവിയെടുക്കുമ്പോൾ നീണ്ട 7.5 പതിറ്റാണ്ട് കഴിഞ്ഞ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് 1948 മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തുടക്കം കുറിച്ച ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് 2025 ആകുമ്പോൾ 7.5 പതിറ്റാണ്ടിനപ്പുറം മുനീറെ മില്ലത്ത് ഖാദർ മൊയ്തീൻ സാഹിബ് അഖിലേന്ത്യാ അമരക്കാരനായി മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോൾ ബഹുമാന്യനായ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തും പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ ഇന്നും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ ആരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി ഇന്നും മുസ്ലിം ലീഗിൻ്റെ അജയ്യനായി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രിയപ്പെട്ട പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട വഹാബ് സാഹിബ് അടക്കം പ്രിയങ്കരായ നേതാക്കൾ മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും പ്രതാപ കാലഘട്ടത്തിലാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 പാർലമെൻറ്റേറിയന്മാർ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ഇന്ന് കടന്നു പോകുന്നത്. ലോക്സഭയിൽ ബഹുമാന്യനായ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് വർത്തമാന കാലഘട്ടത്തിലെ CH മുഹമ്മദ് കോയ സാഹിബിനെ അനർത്ഥമാക്കുന്ന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുസ്സമദ് സമദാനി സാഹിബ് ബഹുഭാഷാ പണ്ഡിതൻ അതുപോലെ തന്നെ സാംസ്കാരിക നായകൻ എന്നുള്ള നിലയിൽ പാർലമെൻറ്റിനകത്തും പുറത്തും കൃത്യമായി കാര്യങ്ങൾ പ്രതിപാദിക്കാൻ കെൽപ്പുള്ള പ്രിയപ്പെട്ട അബ്ദുസ്സമദ് സമദാനി സാഹിബ്, അതോടൊപ്പം തന്നെ ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട വഹാബ് സാഹിബ് കൃത്യമായി തന്നെ മുസ്ലിങ്ങളാദി പിന്നോക്കക്കാരുടെ വിഷയം വരുമ്പോൾ രാജ്യസഭയിൽ വരുമ്പോൾ കൃത്യമായി തന്നെ അത് പ്രതികരിക്കാൻ കെൽപ്പുള്ളൊരു നേതാവായി ദീർഘകാലമായി മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ MP ആയി തുടർന്ന പ്രിയപ്പെട്ട ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട വഹാബ് സാഹിബ്, അതുപോലെ തന്നെ തമിഴ്നാടിൽ നിന്നുള്ള നവാസ് ഗനി, രാമനാഥപുരത്ത് നിന്നും വിജയിച്ച നവാസ് ഗനി, അദ്ദേഹവും പാർലമെൻറ്റിനകത്ത് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റേറിയനായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈയിടെയായി മുസ്ലിം ലീഗിൻ്റെ പുതിയ മുഖം സമ്മാനിച്ച് രാജ്യസഭയിൽ മുസ്ലിം ലീഗിന് പുത്തൻ താരോദയം സമ്മാനിച്ച പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് വീരൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ വാനോളം ഉയർത്താൻ രാജ്യസഭക്കകത്ത് പാർലമെൻറ്റിനകത്ത് കൃത്യമായും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കൃത്യമായി ബഹുഭാഷാ പണ്ഡിതൻ എന്നുള്ള നിലക്കും കൃത്യമായി കാര്യങ്ങൾ എടുത്തു പറയാൻ കെൽപ്പുള്ള നേതാവ് എന്നുള്ള നിലക്കും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്കും കൃത്യമായി കാര്യങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിപാദിക്കാൻ കെൽപ്പുള്ള നേതാവ് കൂടി പാർലമെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ 5 പാർലമെൻറ്റേറിയന്മാരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്നിൻ്റെ കാലഘട്ടത്തിൽ 2025 മുസ്ലിം ലീഗ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഊതിയക്കാച്ചിയ പൊന്ന് പോലെ ഓരോ പോറലും ഏൽക്കാതെ അതേ ഹരിത പതാകയ്ക്ക് കീഴിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് അണിനിരന്നുകൊണ്ട്
ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞ വ്യക്തിത്വങ്ങളായി തുടരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ നേതാക്കൾ, പഴയകാല കഴിഞ്ഞുപോയ മൺമറഞ്ഞ് നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ട നേതാക്കൾ. ഞാൻ ദീർഘമായി പറയുകയല്ല. പ്രിയപ്പെട്ട നേതാക്കളെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുമ്പോൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ, പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബ്, പ്രിയപ്പെട്ട മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ്, കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബ്, അങ്ങനെ മുസ്ലിം ലീഗ് വാനോളം ഉയർത്തിയ, മുസ്ലിം ലീഗിൻ്റെ ലോകരാജ്യങ്ങളിൽ മുസ്ലിം ലീഗിനെ പരിചയപ്പെടുത്തിയ ബഹുമാന്യനായ മർഹൂം അഹമ്മദ് സാഹിബ്, അങ്ങനെ ഒരുപാട് മൺമറഞ്ഞ നേതാക്കൾ, ഒരുപാട് കടന്നുപോയ ഈ പ്രസ്ഥാനം ഒരുപാട് സംഭാവനകൾ നൽകി രാജ്യ താല്പര്യത്തിനു വേണ്ടി കൃത്യമായി മുസ്ലിംകളാദി പിന്നോക്ക ജനവിഭാഗത്തിനു വേണ്ടി കൃത്യമായി അതാത് കാലങ്ങളിൽ പാർലമെൻറ്റിൽ കൃത്യമായി ഘോരഘോരം ശബ്ദിക്കുന്ന ഒരു മനുഷ്യരായി ഇന്നും ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസ നായകനായി പാർലമെൻറ്റിനകത്ത് ഒരു മനുഷ്യനായി വർത്തമാന കാലഘട്ടത്തിൽ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകൾ നിലനിൽക്കുമ്പോൾ മൺമറഞ്ഞ നേതാക്കളോടൊപ്പം പ്രിയപ്പെട്ട ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ അനുസ്മരിക്കുന്ന കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോടൊപ്പം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൺമറഞ്ഞ നേതാക്കളോടൊപ്പം അള്ളാഹു നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ചെറിയൊരു അനുസ്മരണം എൻ്റേതായ ശൈലിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം ലീഗ്.